തേർഡ് ഇയർ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഒഫ്താലിൻ്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത ഞാൻ കറക്റ്റ് എലക്റ്റീവ്സിന് ഒഫ്താൽ പോസ്റ്റിംഗ് തന്നെയാണ് കയറിയിട്ടുള്ളത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ആദ്യമായിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോഴേക്കും ഒഫ്താലിൻ്റെ പോസ്റ്റിങ്ങിലായിരുന്നു. അന്ന് വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. വാട്ട് ഈസ് ഒഫ്താൽ സ്പെല്ലിംഗ് എന്ന് എൻ്റെ ഒഫ്താലിൻ്റെ HOD എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കമൻറ്റ് ഇട്ടേക്കുന്ന HOD ആണെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞായിരുന്നു. പിന്നെ ഈ പോസ്റ്റിംഗ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെടുത്ത ടോപ്പിക്ക് ഗ്ലോക്കോമയും പെരിമീറ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഗ്ലോക്കോമ വരുന്ന പേഷ്യൻസിനൊക്കെ പ്രഷർ ചേഞ്ചസും പിന്നെ അവരുടെ ഫീൽഡ് ചേഞ്ചസ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ പഠിക്കാനെടുത്ത ടോപ്പിക്സ്. ഈ പോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോണ ആൾക്കാരെ വരണ ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ട് പ്രഷർ നോക്കലായിരുന്നു ഞങ്ങളുടെ പരിപാടി. എൻ്റെ അമ്മയ്ക്ക് ഗ്ലോക്കോമ ഉള്ളതുകൊണ്ട് ഗ്ലോക്കോമയുടെ പേപ്പറൊക്കെ തരുമായിരുന്നു ഫീൽഡ് ചേഞ്ചസിൻ്റെ. അപ്പോൾ ഞാൻ ഈ 2 പുള്ളിയും കുത്തൊക്കെ കാണുമ്പോഴേക്കും ഇതെന്തുറ്റാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നൊക്കെ ഞാൻ മണി പോലെ ആ പുള്ളിയും കുത്തൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. പറഞ്ഞു വരുമ്പോൾ ഒരു 2-3 മാസം കൂടി കഴിയുമ്പോഴേക്ക് തേർഡ് ഇയർ അങ്ങ് തീരും. പിന്നെ ഞാനൊരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആയി. ചിന്തിക്കാൻ പോലും വയ്യ. പിന്നെ ഈ എലക്റ്റീവ്സ് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ 3ാം വർഷം MBBS പഠിക്കുമ്പോൾ നമുക്ക് ആകെ പഠിക്കാനുള്ളത് 2 സബ്ജക്ട്സാണ്, കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനും. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഒരു 2 ആഴ്ചത്തേക്ക് 2 പോസ്റ്റിങ്സ് ഉണ്ടാവും. നോൺ ക്ലിനിക്കൽ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് പഠിക്കാനും പറ്റും, ഒരു ക്ലിനിക്കൽ സബ്ജക്റ്റും ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. എനിക്ക് ക്ലിനിക്കൽ കിട്ടിയത് ഒഫ്താൽമോളജി ആയിരുന്നു, നോൺ ക്ലിനിക്കൽ കിട്ടിയത് അനാട്ടമി. അപ്പോൾ അനാട്ടമിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോഴേക്കും ബൈ.